ഈ രാഷ്ട്രത്തിൻ്റെ പിതാവായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാ, അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യവും കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിലും വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെപ്പോഴും ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിന് അദ്ദേഹം നൽകിയ ഗംഭീരമായൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഖൽഖുല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. വൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ ആകട്ടെ അള്ളാഹുവിൻ്റെ കലാമുമാണ്. വഇദാ അറദ്നൽ ഖൈറ ഫീ ദീനിനാ വദുനിയാനാ സനജിദുഹു ഫിൽ ഖുർആൻ, ദുനിയാവിൻ്റെ ഒരു ഖൈറാകട്ടെ ദീനിൻ്റെ ഒരു ഖൈറാകട്ടെ അത് ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. രണ്ടുമുണ്ട്, ദുനിയാവിൻ്റെ ഖൈറും ഖുർആനിലുണ്ട്, ആഖിറത്തിലെ ഖൈറും ഖുർആനിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക്, അൽ ഇൻസാനു സുൻഅത്തുല്ലാഹ് വസ്സാനിഉ അഖ്ബറു ബിമാ സനഅ, മനുഷ്യൻ അല്ലാഹുവിൻ്റെ നിർമ്മിതിയാണ്. അൽ ഇൻസാനു സുൻഅത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ നിർമ്മിതിയാണ് മനുഷ്യൻ. ഒരു സാനിഇനാണ്, നിർമ്മാതാവിനാണ് താൻ സൃഷ്ടിച്ചതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. സൃഷ്ടിച്ചവനാണ് സൃഷ്ടികളെക്കുറിച്ച് അറിയുന്നത്, സൃഷ്ടിക്കപ്പെട്ടവർക്കല്ല. പടച്ച റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മുടെ ഖൈറുകൾ അറിയുന്നത് റബ്ബിനാണ്. ആ ഖൈറ് നൽകാൻ വേണ്ടിയാണ് ഖുർആൻ വന്നിട്ടുള്ളത്, ആ ഖൈറ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. എന്നിരിക്കെ ആ ഖുർആൻ പഠിക്കാതെ, നബിയുടെ സുന്നത്ത് പഠിക്കാതെ എന്ത് ഖൈറ് ഈ ലോകത്തും പരലോകത്തും നേടിയെടുക്കാമെന്നാണ് മനുഷ്യർ വിചാരിക്കുന്നത്?